ക്രിസ്തുമസ് ആണല്ലോ വരുന്നത്. അന്നാണ് ബീർബാൾ ദിവസിൻ്റെ അവസാന ദിവസവും. അന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ഗുണഭോക്താക്കളായിട്ട് കൗമാരപ്രായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രീ സ്കൂൾ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കഴിയും. നാളെ കൗമാരപ്രായ പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേക്ക് നിർമ്മാണത്തിൽ പങ്കുചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രീ സ്കൂൾ കുട്ടികളെ പുൽക്കൂട് നിർമ്മാണത്തിൽ പങ്കുചേരുന്നതിന് പ്രധാന ഇടം നൽകാം. തുടർന്ന് നടക്കുന്ന ആഘോഷങ്ങളുടെ ഏത് പ്രവർത്തനവും ECCയുമായി ബന്ധപ്പെടുത്തി ഫോട്ടോസ് എടുത്ത് ഫോണിൽ ശേഖരിച്ച് വെക്കുക. ആയത് നാളത്തെ ആക്റ്റീവ് ജനന്തോളം ഡാഷ്ബോർഡിൽ എൻട്രിയായി രേഖപ്പെടുത്താം. നാളെ നടത്താൻ കഴിയുന്ന പരിപാടികളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ നമുക്ക് നാളെ നടത്തി ആയത് നമുക്ക് ജനന്തോളം ഡാഷ്ബോർഡ് എൻട്രിക്കകത്ത് ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ആയത് എങ്ങനെയെന്നുള്ളത് തുടർന്ന് കാണുക. നമ്മളെ പോർഷൻ അഭിയാനിൽ ജനന്തോളം ഡാഷ്ബോർഡ് എൻട്രി ഓപ്പൺ ആക്കിയതിന് ശേഷം യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഇതുപോലൊരു പേജിലോട്ടെത്തും. അതിനുശേഷം നമ്മൾ തീം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ബീർബാൾ ദിവസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ശേഷം ലെവൽ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ബ്ലോക്കിൽ നിന്ന് മാറ്റി AWC എന്ന് സെലക്ട് ചെയ്യുക. ശേഷം സെലക്ട് AWC എന്നുള്ളത് നമ്മുടെ അംഗനവാടി സെൻറ്റർ തിരഞ്ഞെടുക്കുക. ശേഷം ആക്ടിവിറ്റി എന്ന് കാണുന്ന ഭാഗം കണ്ടക്റ്റിംഗ് ECC ആക്ടിവിറ്റീസ് എന്ന് രേഖപ്പെടുത്തുക. ഫ്രം ഡേറ്റ് നാളത്തെ 25 അത് ക്ലിക്ക് ചെയ്ത് രേഖപ്പെടുത്തി സെറ്റ് കൊടുക്കുക. ടു ഡേറ്റും നാളത്തെ 25 എന്നുള്ളത് സെറ്റ് ചെയ്യുക. അതിനുശേഷം അഡൾട്ട്, അത് കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ മെയിൽ എത്രയാണ്, ഫീമെയിൽ എത്ര, അതായത് ആൺകുട്ടികൾ എത്ര പേരുണ്ട്, പെൺകുട്ടികൾ എത്ര പേര് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക. നാളത്തെ പരിപാടിയിൽ പങ്കെടുത്ത പ്രീ സ്കൂൾ കുട്ടികളും അല്ലാത്തതുമായിട്ടുള്ള 3 to 6 കുട്ടികൾ എത്ര, ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര എന്ന് വേർതിരിച്ച് എഴുതാൻ കഴിയും. അതിനുശേഷം AG കുട്ടികൾ എത്ര എന്നുള്ളത് ഒരൊറ്റ കോളത്തിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി താഴെ വന്നതിന് ശേഷം ബ്രൗസ് എന്ന ഫയൽ കാണും. ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്ത നാളത്തെ പരിപാടികളുടെ ഫോട്ടോസ് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ കൊളാഷ് ആക്കിയതോ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. അതിനുശേഷം ഡിസ്ക്രിപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ECC ആക്ടിവിറ്റീസ് എന്ന് രേഖപ്പെടുത്തുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടണിട്ട് അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. താങ്ക് യു.